ടീച്ചർമാരെപ്പോഴാ വരുന്നത് ഇവിടെ? ടീച്ചർമാരൊക്കെ എപ്പോഴാ വരുന്നത്? എന്നൊക്കെ പഠിക്കുന്ന ഇവിടെ? എന്നെയും പഠിപ്പിക്കുന്നുണ്ടോ അതോ പടം വരയ്ക്കാനോ? നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആമ്പല്ലൂരാണ്. ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ എൻ്റെ തൊട്ടുപുറകെ കാണുന്നത് ഉമ്മൻചാണ്ടി സ്മാരക ബഡ് സ്കൂളാണ്. അപ്പം നമുക്കറിയാം ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു സ്കൂള് കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറിയത്. അപ്പം മെയിൻ റോഡിൽ നിന്ന് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ തൊട്ട് നമുക്ക് ഈ സ്കൂളും പരിസരങ്ങളും എല്ലാം കാണാം. ഇവിടെ കുറച്ച് കുട്ടികളുണ്ട്. നിങ്ങൾക്കറിയാം ബഡ് സ്കൂളിലൊക്കെ നമുക്ക് ഈ ചെറിയ എന്തെങ്കിലും അംഗപരിമിതി ഉള്ള കുട്ടികളെയൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതും തികച്ചും സൗജന്യമായിട്ടാണ് ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഇത് ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് 8 ചാലക്കപ്പാറ എന്ന സ്ഥലമാണ്. നമ്മൾ കടുത്തുരുത്തി എറണാകുളം റൂട്ടിൽ അരയങ്കാവൊക്കെ കഴിഞ്ഞ് സ്വല്പം കൂടെ മുന്നോട്ട് വരുമ്പോഴാണ് ഈ ചാലക്കപ്പാറ. അവിടുന്ന് വലത്തോട്ട് ഏകദേശം ഒരു 500 മീറ്ററോളം മാറുമ്പോഴത്തേനാണ് ഇവിടെ ഉമ്മൻചാണ്ടി സ്മാരക ബഡ് സ്കൂള് ഉള്ളത്. ഇത് ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലാണ്. ഏകദേശം 20 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ മനോഹരമായ ഈ സ്കൂള് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ജോർജ് പുത്തംവീട്ടിൽ എന്നയാൾ പഞ്ചായത്തിന് ഫ്രീ ആയി കൊടുത്ത സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെയും പരേതയായ ഭാര്യ സാലമ്മ ജോർജിൻ്റെയും ഓർമ്മയ്ക്കായി അദ്ദേഹം ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്ത സ്ഥലത്താണ് ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഫുള്ള് എയർ കണ്ടീഷനാണ്. അതുപോലെ തന്നെ ആധുനിക സൗകര്യങ്ങളുള്ള ഡിജിറ്റൽ പ്രൊജക്ടറൊക്കെ വെച്ചാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. 2025 പിറവം MLA ആയിരുന്ന അഡ്വക്കേറ്റ് അനൂപ് ജേക്കബാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മാനസികവും ബുദ്ധിപരവുമായി ബലഹീനതകൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ തൊഴിലും എന്ന സൗകര്യത്തോടെയാണ് ബഡ് സ്കൂളുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഇവർക്ക് എല്ലാം സൗജന്യമായിട്ടാണ് പഞ്ചായത്ത് നൽകുന്നത്. രാവിലെ ഒരു കാപ്പിയുണ്ട്, ഉച്ചയ്ക്ക് ഊണുണ്ട്. ഏറെക്കുറെ 13 കുട്ടികളോളം ഇവിടെയുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പം കുറച്ച് പേർക്ക് പനി ആയതുകൊണ്ടാണ് ഇന്ന് വരാഞ്ഞത്. ഞാൻ എറണാകുളം വരെ പോയ സമയത്താണ് ഈ ബോർഡ് കണ്ടുകൊണ്ടാണ് സ്കൂളിൽ കയറിയത്. നല്ല മനോഹരമായ രീതിയിൽ നല്ല വൃത്തിക്കാണ് ഇവരിതെല്ലാം പരിപാലിക്കുന്നത്. കുട്ടികളെ രാവിലെ കൊണ്ടുവരികയും വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നതെല്ലാം ഓട്ടോയിലാണ്. അതിൻ്റെ പൈസയും പഞ്ചായത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു സ്കൂള് നമ്മുടെ പുതുപ്പള്ളി പോലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒന്നുമില്ല. അവസാനത്താണ് ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അതിൻ്റെ ഭരണസമിതിയെ അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ UDF ഭരണസമിതിയുടെ കാലത്താണ് ഇതിൻ്റെ നിർമ്മാണവും ഉദ്ഘാടനവുമല്ല. ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് LDF ആണ്. ഇവിടുത്തെ കക്ഷി നില എന്ന് പറയുന്നത് 8 ഒരു സംവരണ സീറ്റും വന്നിട്ടുണ്ട്. ഈ വാർഡിലെ മെമ്പർ ഹമീദ് കുട്ടി എന്നയാളാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്നോട് പറയുകയും ചെയ്തു. അപ്പം ഇനിയും വരുന്ന സമയത്തെല്ലാം ഇവിടെ കയറണമെന്ന് പറഞ്ഞു. അതുപോലെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മോളെ ഇവിടെ കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം കൂടെ അവർ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ നിന്നുകൊണ്ട് തന്നെ സാറിൻ്റെ മോള് മറിയത്തിനെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പം എറണാകുളം പോകുന്ന സമയത്ത് ഇവിടെ കയറിക്കൊള്ളാമെന്നാണ് പറഞ്ഞത്. അപ്പം കുട്ടികൾ എല്ലാം വളരെ ഹാപ്പിയാണ്. അവർക്കിപ്പോൾ ഇവിടുന്ന് പോകണമെന്ന് തന്നെ വൈകുന്നേരം ആയാൽ പോകണമെന്ന് തന്നെ ഇല്ലെന്നാണ് പറയുന്നത്. കാരണം കൂട്ടുകാരെല്ലാമായിട്ട് അവരുടെ ലോകമെന്ന് പറഞ്ഞാൽ അവരുടെ കാഴ്ചകളും അവരുടെ അതൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഇവിടെ 2 ടീച്ചർമാരാണ് ഉള്ളത്. അപ്പോൾ ഒരാൾ മരണത്തിന് പോയിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയ വഴിക്കാണ് ടീച്ചറെ കണ്ടത്. ടീച്ചറിന്റെ പേരെന്നെ? മിനി. എവിടെ താമസിക്കുന്നത്? മൊത്തം എത്ര പിള്ളേർ എവിടെയുള്ള? 13 പേര്. അപ്പൊ ഇത് പിന്നെ ഇതിന്റെ മുഴുവൻ ചുമതലയും പഞ്ചായത്തിനാ, ഫ്രീ ആയിട്ട് ഇവരെല്ലാം. പിന്നെ
ഇവര് ക്ലാസ്സൊക്കെ തുടങ്ങുന്നത് എപ്പോഴാണ്? ഞങ്ങള് 8:30 സ്റ്റാർട്ട് ചെയ്യും. രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും 3:30 വരെ. രാവിലത്തെ ഫുഡ് ഉച്ചക്കത്തെ എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ പേരൻസ് ഒക്കെ വഴിയൂടെ പാരന്റ്സ് മീറ്റിംഗ് എല്ലാ മാസവും ഉണ്ട്. ഞാൻ കണ്ട് പിള്ളേരെ ഇന്ന് കുറവാന്ന് തോന്നുന്നു. പിള്ളേർ കുറവാണ്, പനിയൊക്കെ ആയിട്ട്. ഓട്ടോയിലെ അവരെ കൊണ്ടുവരുന്നത്. അതിന്റെ പൈസ മറ്റേ പഞ്ചായത്തിൽ നിന്നല്ലേ? ഒരു നല്ല കാര്യമല്ലേ ഇത് ചെയ്തിരിക്കുന്നത് പഞ്ചായത്തല്ലേ? ബ്ലോക്കിന്റെ എടക്കാട്ടൂര്, മണിയിടും, ആമ്പല്ലൂര്. അതെ. ഞാൻ പ്രസിഡന്റിനെ മെമ്പറെ വിളിച്ചായിരുന്നു. അന്നേരം അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. ഇവിടെ അടുത്താ പുള്ളി താമസിക്കുന്നത്. അത് ശരിയാണ്. ഞാൻ പിള്ളേരെല്ലാം കണ്ടായിരുന്നു. അതിനോട് ചോദിച്ചു ഫോട്ടോ എടുക്കുകയാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ സാറിന്റെ മോളെ വിളിച്ചായിരുന്നു. അന്നേരം അതാത് പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ മേൽനോട്ടത്തിലാണ് ബഡ് സ്കൂളുകളുടെ പ്രവർത്തനം. 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയാണ് ഇവിടെ വിദ്യാഭ്യാസം നൽകുന്നത്. 18 വയസ്സ് കഴിഞ്ഞാൽ അവരെ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് പുനരധിവാസത്തിനും തൊഴിൽ പരിശീലനത്തിനുമൊക്കെയായിട്ട് മാറ്റും. ബഡ് സ്കൂളുകൾ ആരംഭിക്കാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 25 ലക്ഷം രൂപ വീതമാണ് നൽകുന്നത്.